പക്ഷേ ഈ ജ്യോതി മൽഹോത്ര യൂട്യൂബറായിട്ടുള്ള ഇൻഫ്ലുവൻസർ അവർക്കെതിരെ വലിയ ആരോപണങ്ങൾ അവർ പാകിസ്ഥാൻ്റെ ചാരയാണ് എന്ന രീതിയിൽ ചർച്ചയും കാര്യങ്ങളും എന്നെ ചോദ്യം ചെയ്യലൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ വേറൊരാളെയും ഇതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ്റെ ചാരനായി പ്രവർത്തിക്കുന്നു എന്ന് അറിയാം. ഇതിൻ്റെ പിന്നിലുള്ള വസ്തുത എന്താണ്? പക്ഷേ എനിക്കിവിടെ ഒരു വിശാൽ യാദവ്, അതെ, ഹരിയാനക്കാരൻ, രണ്ടുപേരും ഹരിയാനക്കാരാട്ടോ. ഇതിലെനിക്ക് തോന്നിയിട്ടുള്ളൊരു സങ്കടം, ഇവർ രണ്ടുപേരും ഈ ഓപ്പറേഷൻ സിന്ദൂറിനോടനുബന്ധിച്ച് സംശയിച്ച് അറസ്റ്റ് ചെയ്തതാണ് NIA. ഇനി രണ്ട് കാര്യം പറയുന്നുണ്ട്. അവരെ ഇവരുടെ പ്രൊഫഷണലായിട്ടുള്ള ജലസി കൊണ്ട് ആരൊക്കെയോ ഇവരെ ടാർഗറ്റ് ചെയ്ത് ചൂണ്ടിക്കാണിച്ചു കൊടുത്താണെന്ന് പറയുന്നുണ്ട്. അതും ചെയ്യാം, ഇൻഫോം ചെയ്താണെന്ന് പറയുന്നുണ്ട്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ എൻ്റെ രാജ്യം, ആ രാജ്യത്തിൻ്റെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടാൽ, ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി അവർ നടത്തി എന്ന് തെളിയിച്ചാൽ തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കും, അത് ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഇതുവരെ നമ്മുടെ NIAയോ അന്വേഷണ ഏജൻസികളോ ഒന്നും ഇവർ ചാരന്മാരാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവർ ചാരപ്രവൃത്തി നടത്തിയതായി സംശയിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിന് തെളിവായിട്ട് കണ്ടെത്തിയത് ആരൊക്കെയോ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഇവരുടെ ക്യാമറയും ഇവരുടെ ലാപ്ടോപ്പും ഒക്കെ പിടിച്ചെടുത്തപ്പോൾ ഇവരുടെ ലാപ്ടോപ്പിലും ഇവരുടെ മൊബൈൽ ഫോണിലും ഒക്കെ ധാരാളം വിവരങ്ങൾ, പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. അത് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. അത് കാണുമ്പോൾ നമ്മൾ ആദ്യം, കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യന് ആദ്യം ആലോചിക്കേണ്ടത്, ഇവർ കള്ളത്തരം ചെയ്യാനാണെങ്കിൽ ഇതൊന്നും റെക്കോർഡ് സൂക്ഷിക്കൂലല്ലോ. മുഴുവൻ ഡോക്യുമെൻ്റ് ഉണ്ട്. വർഷങ്ങളായിട്ട് അവർ സഞ്ചരിച്ച ലോകരാജ്യങ്ങൾ, അവർ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്, ചൈനയിൽ പോയിട്ടുണ്ട്, അവർ ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്, കേരളത്തിൽ പോയിട്ടുണ്ട്, കേരളത്തിൽ വന്നിട്ടുണ്ട്, മൂന്നാറിൽ. കേരള ഗവൺമെൻറ് വിളിച്ചു വരുത്തിയതാണ്. കാരണം ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ബ്ലോഗേഴ്സിനെ ടൂറിസം വകുപ്പ് വിളിച്ചു വരുത്തും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ലോകത്തെ. അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട്. അവർ മാത്രമല്ല, ഒരുപാട് ബ്ലോഗേഴ്സ് ചെയ്തതിൻ്റെ സേവനം നമ്മുടെ മൂന്നാറിലും ആലപ്പുഴയിലും ബേക്കൽ കോട്ടയിലും ഏഴിമലയിലും ഒക്കെ വലിയ തോതിൽ വിസിറ്റേഴ്സിന്, തൃശ്ശൂർ ക്ഷേത്രനഗരിയിലും പൂരത്തിനൊക്കെ ഈ കൊല്ലം 4 ഇരട്ടിയാണ് അത്ര വിദേശ ടൂറിസ്റ്റുകൾ വന്നത്. അതൊക്കെ ഈ ബ്ലോഗേഴ്സ് ഉണ്ടാക്കുന്ന, അത് വലിയ സ്വാധീനമാണ് സോഷ്യൽ മീഡിയ, അത് ഉപയോഗിക്കണം. അക്കൂട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയ ഒരാളാണ് ജ്യോതി മൽഹോത്ര. പക്ഷേ ജ്യോതി മൽഹോത്രയുടെ മുഴുവൻ അവരെ ഞാൻ ഈ വാർത്ത വന്നതിന് ശേഷം കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞാനിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ ഒരു ചാരസുന്ദരി എന്നൊക്കെയുള്ള പറയാം, ചാര വനിത, അത് പറയാൻ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, അവരുടെ ഒരു പോസ്റ്റ് പോലും ഡിലീറ്റ് ചെയ്തിട്ടില്ല. എല്ലാം ഓപ്പണാണ്. അവർക്ക് ആകെ ജീവിതത്തിൽ അവർ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അവരുടെ ജീവിതത്തിൽ ഒരുപാട് കൂട്ടുകാരെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്, പോയതിന് മുഴുവൻ ഫോട്ടോഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അവർക്ക് പിന്നീട് വളരെ അടുപ്പത്തിൽ വന്ന ഒരു ഇൻറ്റിമസി ഉണ്ടായ ഒരു റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കാമുകനാണ്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എന്തായാലും അദ്ദേഹം പാകിസ്ഥാൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥനാണ്, പാകിസ്ഥാനിയാണ്. രണ്ട് മനുഷ്യർ തമ്മിൽ, രണ്ട് ആത്മാവുകൾ തമ്മിലുള്ള ബന്ധനത്തിനാണ് പ്രണയം എന്ന് പറയുക. ഈ യാത്രയിൽ സമാനമായി ചിന്തിക്കുന്ന ഒരു കൂട്ടുകാരനെ കണ്ടെത്തി അപ്പോൾ അവരോട് പറഞ്ഞു അത്രേ. അവരുടെ ഒരു കൺവെർസേഷനിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ നാടൊന്ന് കാണാൻ. ഞാനത് ഏർപ്പാട് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും കൊണ്ടുപോയിട്ടുണ്ട്, വാക്ക് പാലിച്ചിട്ടുമുണ്ട്. അവർ തമ്മിൽ യാതൊരു ശത്രുതയില്ല. ഇവൾ അറസ്റ്റിലായിട്ട്, അതാണ് നമ്മൾ കാണേണ്ടത്. അയാളെടുക്കുന്ന റിസ്ക് ഉണ്ട്. ഇവളെ സംശയിച്ച് അറസ്റ്റ് ചെയ്തു. ഒരുപക്ഷെ അവൻ്റെ കൂട്ടുകാരെങ്കിലും ഒറ്റി കൊടുത്താവാം. എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഈ മനസ്സിൽ വിഷമുള്ള ജന്തുക്കൾ, എല്ലായിടത്തും ഉണ്ടാവും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവളുടെ ഈ ബ്ലോഗേഴ്സ് ആരെങ്കിലും എതിരാളികൾ ഇവർക്ക് പണി കൊടുത്താവാം. എന്തായാലും അവൾ അറസ്റ്റിലായപ്പോൾ അവൾക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ ഇവൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട്. നേരിട്ട് വരാൻ പറ്റിയിട്ടുണ്ടാവില്ല, തടസ്സം ഉണ്ടാവും, യുദ്ധകാലമല്ലേ. അവൾ കളഞ്ഞില്ല. അവൾ അറസ്റ്റിലായല്ലോ, ഇനി ഞാൻ വിട്ടു എന്ന് അവൻ പറയുന്നില്ല. അവൾ എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ പ്രിയപ്പെട്ടവളാണെന്ന് അവൻ ഇപ്പോഴും പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു കാമുകിയെ, ഒരു പ്രണയിനിയെ നമ്മൾ ചാരസുന്ദരി എന്നൊക്കെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഏറ്റവും ചുരുങ്ങിയത് സംശയിച്ച് അറസ്റ്റിലായ ഒരു പെൺകുട്ടിയെ, ഒരു ഇന്ത്യൻ പെൺകുട്ടിയാണ്, അവർ പ്രണയിക്കുന്ന അവരുടെ ഇഷ്ടമാണ്. യാദൃച്ഛികമായി അതൊരു പാകിസ്ഥാനി ആയിപ്പോയി എന്നത്, കഷ്ടകാലത്തിന് ആ സമയത്ത് യുദ്ധം വന്നുപോയി എന്നത് ഒരു കുട്ടിയെ പീഡിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നുള്ള കാര്യമല്ല. ഈ കുട്ടി എന്തുമാത്രം അനുഭവിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ പിന്നീടാണ് ഈ വിശാൽ യാദവിൻ്റെ കണക്ക് കണ്ടത്. വിശാൽ യാദവ് കഴിഞ്ഞ ആഴ്ചയിലാണ്. വിശാൽ യാദവ് നേവി ഉദ്യോഗസ്ഥനാണ്. അയാളുടെ അച്ഛൻ സബ് ഇൻസ്പെക്ടറാണ്, ഇവിടുത്തെ ഹരിയാനയിലെ.
അയാളുടെ മുത്തച്ഛൻ ഇന്ത്യൻ ആർമിയിൽ സേവനം ചെയ്ത ഒരു 3 തലമുറയായി രാജ്യത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. അവൻ രാജ്യത്തിനെതിരായി ചാരപ്പണി ചെയ്തു എന്ന് വാർത്ത വന്നപ്പോൾ ഞെട്ടിപ്പോയി അവർ നാട് മുഴുവൻ. എന്നിട്ട് കേട്ടത് ഇന്ത്യ ഗവൺമെൻറ് ഏജൻസി അറസ്റ്റ് ചെയ്തതാണല്ലോ. അപ്പോൾ അവർ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ആ നാട്ടിലെ പഞ്ചായത്ത്, അവിടെ ഈ ജില്ലാ പഞ്ചായത്ത് പരിഷത്ത് നിന്നോ അവർ കൂടിയിട്ട് തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ജില്ലാ പരിഷത്ത് അവർ കൂടിയിട്ട് തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ അവനെ ഇനി നാട്ടിൽ കടത്തരുത്. കാരണം ആ കുടുംബം ഈ നാട്ടിന് ഒരുപാട് അഭിമാനം ഉണ്ടാക്കിയ കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ പേര് ഇവൻ കളഞ്ഞിരിക്കുന്നു എന്ന് അവർ വിശ്വസിക്കാൻ നിർബന്ധിതരാണ്. കാരണം ഇന്ത്യ ഗവൺമെൻറ് ഏജൻസിയാണ് അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ വിശാൽ യാദവിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത്, അൺടിൽ ആൻഡ് അൺലെസ് ഇറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ്, ഇത് തെളിയിക്കപ്പെടുന്നത് വരെ അവൻ ചാരനാണ്, അവനെ ചാരൻ എന്ന് വിളിക്കരുത് ദയവായിട്ട്. അവനാകെ പറ്റിയതാണ്. അവൻ ഇതേപോലെ ഒരു പെൺകുട്ടിയുമായി, ഇവരൊക്കെ ധാരാളം ഈ പുതിയ ലോകത്ത് നമ്മൾ ഗ്ലോബൽ വില്ലേജിലാണ് ജീവിക്കുന്നത്. എനിക്കിപ്പോൾ പണ്ട് എൻ്റെ കുളിക്കടവിൽ കാണുന്ന, ഞാൻ ഒഴിഞ്ഞു നോക്കുന്ന ഒരു പെൺകുട്ടി മാത്രമാണ് എനിക്ക് പരിചയം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ എൻ്റെ അയൽപക്കക്കാരിയെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ, എൻ്റെ ക്ലാസ്മേറ്റ്സിനെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. ഇന്ന് നമ്മൾ കാണാത്ത ലോകത്തിലെ ഏറ്റവും ചുരുങ്ങിയത് 5000 കൂട്ടുകാരെനിക്ക് ഉണ്ടാവാം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു എനിക്ക് എന്നെ ഒരാൾക്ക് പ്രണയിക്കാം, എനിക്ക് തിരിച്ചും പ്രണയിക്കാം, എൻ്റെ മക്കൾക്ക് പ്രണയിക്കാം. അങ്ങനെ ഒരു കാലത്ത് നമ്മൾ വേലി കെട്ടിയിട്ട് അയ്യോ അവൻ്റെ മനസ്സും ഇവൻ്റെ മനസ്സും തമ്മിൽ, അവളുടെ മനസ്സും ഇവളുടെ മനസ്സും തമ്മിൽ കോർത്തപ്പോൾ രണ്ടും 2 ദേശക്കാരായി എന്നത് പുതിയ യുഗത്തിൽ നമ്മൾ കുറ്റമായിട്ട് കാണാൻ പാടില്ലല്ലോ. വിശാൽ യാദവിൻ്റെ കാമുകി പാകിസ്ഥാനിയായി, അല്ലെങ്കിൽ ജ്യോതി മൽഹോത്രയുടെ കാമുകൻ പാകിസ്ഥാനിയായി. അതിൻ്റെ പേരിൽ ഈ കുട്ടികളെ പഴിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്, കുറ്റപ്പെടുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് സൂക്ഷിച്ചു വേണമെന്നാണ് ഞാൻ പറയുന്നത്. പ്രണയിനികളെന്ന് വിളിക്കാനോ അത് മറ്റു കാര്യങ്ങളൊക്കെ അവർ തീരുമാനിച്ചോളും. ഇപ്പോൾ അവർക്കിപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പൗരത്വം വേണം, ഒരുമിച്ച് ജീവിക്കണം. ഇപ്പോൾ അതും വേണ്ട. ലോകത്തിൽ എവിടെയും പോയി നിങ്ങൾക്ക് ഒരുമിച്ച് മുറിയെടുക്കാം. മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്നും ആർക്കും കാണിക്കണ്ട, ഒരു ID കാർഡേ വേണ്ടൂ. നീ മനുഷ്യനാണ്, ഇന്ന ദേശക്കാരനാണ്, ഞാൻ മനുഷ്യനാണ്, ഇന്ന ദേശക്കാരനാണ്. നീ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പോകണ്ട. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ID കാർഡില്ല, അതുമില്ല. എന്തായാലും ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പ്രണയത്തിൻ്റെ പേരിൽ മനുഷ്യനെ ബലിയാടാക്കാൻ പാടില്ല. അത് പുതിയ കാലത്ത്, പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയൊക്കെ ചാരസുന്ദരി എന്ന് വിളിച്ചിട്ട് ആളുകൾ മീഡിയ വേട്ടയാടുന്ന കണ്ടപ്പോൾ എനിക്ക് സത്യമായും സങ്കടം തോന്നി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് പാകിസ്ഥാൻ ആയതുകൊണ്ടല്ല, അവൾ ഒരു ചൈനക്കാരനെ പ്രണയിച്ചു. ചൈനയും വേണമെങ്കിൽ നമ്മളോട് യുദ്ധം ചെയ്ത ശത്രു രാജ്യമാണ്. നിർഭാഗ്യത്തിന് ഇനിയും ചൈനയുമായിട്ട് നമുക്ക് പൊരുതേണ്ടി വരും. ഒരു ബംഗ്ലാദേശുകാരനോട് പൊരുതേണ്ടി, മ്യാൻമറുകാരനോട് പൊരുതേണ്ടി വരും. പക്ഷേ മനുഷ്യരാണ് ഇവരൊക്കെ, പ്രണയത്തിലാകുന്ന മനുഷ്യർ. അവരെ അങ്ങനെ കാണാനും സംശയത്തിൻ്റെ ആനുകൂല്യമെങ്കിലും അവർക്ക് കൊടുക്കണം. ഞാൻ രണ്ടിനും പറയുന്ന തെളിവ് ഇതാണ്. ഏറ്റവും വലിയ തെളിവ്, ഒളിച്ചു വെക്കാനാണെങ്കിൽ ഇവരൊന്നും സൂക്ഷിച്ചു വെക്കൂലല്ലോ. ഇവർക്ക് ഇത് ഡിലീറ്റ് ചെയ്തുകൂടെ? ഇത് മുഴുവൻ കിട്ടിയ NIAക്ക്. ഇവള് പാകിസ്ഥാനിൽ പോയത്, പാകിസ്ഥാനിലെ നാട് കണ്ടത്, ഇവൻ്റെ കൂടെ ചുറ്റി നടക്കുന്നത്. ഇവന് കോൺസുലേറ്റിൻ്റെ ഉദ്യോഗസ്ഥനായതുകൊണ്ട് പാകിസ്ഥാൻ്റെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിലൊക്കെ ഇവർ പോയിട്ടുണ്ട്. സൈനിക കേന്ദ്രങ്ങളിൽ പോലും പോയിട്ടുണ്ട്. അതൊക്കെ കാണാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇവള്. എന്നുവെച്ചാൽ ഷൂട്ട് ചെയ്യുന്ന വലിയ വാർത്തയാണല്ലോ. പാകിസ്ഥാൻ്റെ ഡിഫൻസ് മെക്കാനിസം, ഉദ്യോഗസ്ഥ ആയുധങ്ങൾ, ഇതൊക്കെ ലോകം മുഴുവൻ എത്തിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് എത്തിച്ചു കൊടുക്കാനൊന്നും അല്ലല്ലോ ചെയ്തത്. ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് മാത്രമാണെങ്കിൽ അവർക്ക് മാത്രമുള്ള ചാനലിൽ കൊടുക്കൂലേ? എന്നിട്ട് അവൾ കാശും കിട്ടുമല്ലോ ഇതിന് വേണമെങ്കിൽ, പൈസ വാങ്ങിക്കൂടെ? ഒരു നയാ പൈസ ഇവരൊന്നും പറ്റിയിട്ടില്ല. എന്നിട്ടാണ് നമ്മൾ അവരെ ചാരന്മാരെന്ന് വിളിക്കുന്നത്. മാത്രമല്ല, അവൾ കുടുങ്ങിയപ്പോൾ അവളെ കേസ് നടത്താനുള്ള കാശ് ഈ പാവ കാമുകനായി കൊണ്ട് കൊടുക്കുന്നത് അതും പാകിസ്ഥാൻ. ഇതാണ് ഇന്ത്യ. എനിക്ക് തോന്നുന്നു ഇതാണ് ഇന്ത്യ, ഇതാണ് ലോകം, ഇതാണ് പുതിയ മനുഷ്യൻ. അത് കാണാൻ നമുക്കൊക്കെ കഴിയണം. കുറച്ചുകൂടി വിശാലമായ രീതിയിൽ അന്വേഷണ ഏജൻസികൾ അവരെ പണിയെടുക്കും. സംശയിച്ച അറസ്റ്റ് ചെയ്യും, പ്രത്യേകിച്ച് യുദ്ധകാലത്ത്. അതൊക്കെ ശരിയാണ്. പക്ഷെ സംശയത്തിൻ്റെ ആനുകൂല്യം അവർക്ക് കൊടുക്കുന്നുണ്ട് ഏജൻസികൾ, നമ്മുടെ മീഡിയ കൊടുക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു അപകടം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവരൊക്കെ നിരപരാധികളാണെങ്കിൽ അത് അങ്ങനെ തന്നെ വെളിച്ചത്ത് വരും എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. കാരണം സത്യത്തിന് എന്നും ഒരു മൂല്യമുണ്ടല്ലോ. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു നാടല്ല ഇന്ത്യ. പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം.